പ്രതീക്ഷിച്ച അത്രയൊന്നും ഇല്ല. അല്ല, ഫാൻസിന് വേണ്ടി മാത്രമല്ല, ഇതൊരു തുടക്കമാണ്. അഭിപ്രായം അറിഞ്ഞിട്ട് കയറുന്നതിനെക്കാട്ടിലും നമുക്ക് തന്നെ ഒരു അഭിപ്രായം നമ്മൾ സിനിമ കണ്ടിട്ട് പറയാമല്ലോ. ഒരു മുഷിപ്പ് ഒരു പ്രശ്നവും നമുക്ക് തോന്നിയിട്ടില്ല. മമ്മൂട്ടി ഫാൻ എന്ന നിലയ്ക്ക് ഞാൻ പറയാം, ജിത്തു ജോസഫിൻ്റെ ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു കഥയാണ്. അതിനകത്ത് ലാലേട്ടൻ വക്കീലായിട്ട് വരുന്നത്. അത് എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് ആ ഒരു ക്യാരക്ടർ ചെയ്തതിന്. ആ ലാലേട്ടൻ്റെ ആ ലാസ്റ്റത്തെ ഉള്ളൊരു സംഭവമുണ്ട്, അത് കണ്ട് മനസ്സിലാക്കണം. അത് തിയേറ്ററിൽ തന്നെ കാണണം. നേരിട്ട് ഒരു ജിത്തു ജോസഫിൻ്റെ സിനിമ, നമ്മൾ ഇതിനു മുമ്പ് ജിത്തു ജോസഫിൻ്റെ സിനിമകളൊക്കെ കണ്ടിട്ടുണ്ട്. അതിലെയും ഒരു വെറൈറ്റി ആയിട്ടുള്ള ജിത്തു ജോസഫ് മോഹൻലാൽ കൂട്ടുകെട്ട് എനിക്ക് കൂടുതലായിട്ട് ഇഷ്ടപ്പെട്ട്. പിന്നെ ഇതിനകത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ ഒരു കഥാപാത്രം ജഗദീഷ് കുറേ കാലം കൊണ്ട് അച്ഛൻ വേഷം ചെയ്ത് സൂപ്പറായിട്ടുണ്ട്. പിന്നെ ആ കണ്ണ് കാണാത്ത കുട്ടിയുടെ ഒരു അഭിനയം, അത് നല്ല ഒരു ലാസ്റ്റ് ക്ലൈമാക്സിലൊക്കെ എടുക്കുമ്പോൾ തന്നെ ഒരു ഇമോഷനൊക്കെ ഫീൽ ചെയ്ത്. എന്തായാലും ഒരു ജിത്തു ജോസഫിൻ്റെ മറ്റൊരു മാജിക് ത്രില്ലർ. സിദ്ദിഖി മകള് പൊളിച്ചിട്ടുണ്ട്. പിന്നെ ലാലേട്ടൻ്റെ ആ ഒരു വരവ്, ആ ലാസ്റ്റ് ക്ലൈമാക്സിലൊരു നടപ്പാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. അതായത് സസ്പെൻസ് കൂടുതലായിട്ട് പൊളിക്കുന്നില്ല, അത് തിയേറ്ററിൽ വന്ന് തന്നെ കണ്ട് മനസ്സിലാക്കണം. എനിക്ക് കൂടുതലായിട്ടൊന്നും തോന്നുന്നില്ല, പക്ഷേ എനിക്ക് ക്ലൈമാക്സിനെ എടുക്കുമ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കരമായിട്ട് ഒരു ഇതുണ്ട്. ആ ഒരു കുട്ടി ആ ഒരു ചെയ്യുന്നത്, അത് നമ്മൾ തിയേറ്ററിൽ വന്ന് തന്നെ കാണണം. ആ ഒരു കണ്ണ് കാണാതെ ആ ഒരു കുട്ടി ഒരു സംഭവം ചെയ്യുന്നുണ്ട്. അതൊക്കെ ഒരു മികച്ചൊരു വിജയം തന്നെയാണ് ചിത്രത്തിൻ്റെ. ഞാൻ പറയാം, ജിത്തു ജോസഫിൻ്റെ നിന്നൊരു വേറിട്ടൊരു സിനിമയാണ്. ഞാൻ പറയാം, ജിത്തു ജോസഫിൻ്റെ സിനിമ നമ്മൾ ദൃശ്യം 1, 2 ഒക്കെ ഉണ്ട്. അതിനെക്കാട്ടി ഒരു വ്യത്യസ്തമായ ഒരു സിനിമ, വ്യത്യസ്തമായിട്ട് ഒരു കാര്യങ്ങളെ ജിത്തു ജോസഫ് എടുത്തു വെച്ചേക്കുന്നത്. ഫസ്റ്റ് ഹാഫൊക്കെ നല്ല, ഞാൻ പറഞ്ഞില്ല, ഒരു കോർട്ടാണ് കാണിക്കുന്നത്. അത് ഒട്ടും തന്നെ ലാഗ് ചെയ്യാതെ കൊണ്ടുകൊണ്ടാണ് ജിത്തു ജോസഫിൻ്റെ ഒരു കഴിവായിട്ട് മുന്നോട്ട് പോകുന്നത്. എനിക്ക് ഏറ്റവും ഇഷ്ടം ക്ലൈമാക്സിലെ ലാലേട്ടൻ്റെ വരവാണ്. അത് നമ്മൾ കുറച്ച് കാര്യം എനിക്ക് പറയാനുണ്ട്, പക്ഷെ അത് പറഞ്ഞാൽ ഒരു സസ്പെൻസ് ആയിപ്പോൾ അത് പ്രേക്ഷകർ കണ്ടു തന്നെ മനസ്സിലാക്കണം. ഇപ്പം സിനിമ കണ്ടിട്ട് ഇറങ്ങിയതേ ഉള്ളൂ. അല്ല, ഏത് സിനിമ ആണെങ്കിലും ഇപ്പോൾ ലാലേട്ടൻ്റെ ആണെങ്കിലും മമ്മൂക്കാടെ ആണെങ്കിലും ഒക്കെ ഫസ്റ്റ് ഷോ കാണുക എന്നുള്ളത് നമ്മുടെ ഒരു തീർച്ചയായിട്ടും. കാരണം അഭിപ്രായം അറിഞ്ഞിട്ട് കയറുന്നതിനെക്കാട്ടിലും നമുക്ക് തന്നെ ഒരു അഭിപ്രായം നമ്മൾ സിനിമ കണ്ടിട്ട് പറയാമല്ലോ. അപ്പോൾ നേരിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ജിത്തു ജോസഫിൻ്റെ സിനിമയാണ്. എനിക്ക് തോന്നുന്നു ദൃശ്യം എന്ന സിനിമയ്ക്ക് ശേഷം രണ്ടുപേരും ഒന്നിക്കുന്ന പടമാണ്. ഇതൊരു ഫുൾ കോർട്ട് റൂം ഡ്രാമ സിനിമയാണ്. അപ്പോൾ ഈ ഒരു സിനിമാറ്റിക് മൂഡിൽ വന്നിരുന്ന് കണ്ടു കഴിഞ്ഞാൽ ഒരു പക്ഷേ ചിലപ്പോൾ സിനിമ ഇഷ്ടപ്പെടണമെന്നില്ല. കാരണം ഒരു കോർട്ട് റൂം ഡ്രാമ ഇഷ്ടപ്പെടുന്ന ഏതൊരു പ്രേക്ഷകനും സിനിമ നന്നായിട്ട് ഇഷ്ടപ്പെടും. കാരണം നമ്മുടെ നിയമവ്യവസ്ഥകളൊക്കെ നല്ല രീതിയിൽ തന്നെ സിനിമയ്ക്കകത്ത് എടുത്ത് കാണിക്കുന്നുണ്ട്. പിന്നെ അനശ്വര രാജൻ്റെ ആ ഒരു പെർഫോമൻസ്, അതൊരു കിടിലം പെർഫോമൻസാണ്. നല്ല രീതിയിൽ തന്നെ ആ കുട്ടി പെർഫോം ചെയ്തിട്ടുണ്ട്. ലാലേട്ടൻ്റെ ഒരു തിരിച്ചുവരവ് തന്നെ എന്ന് നമുക്ക് വേണമെങ്കിൽ ഈ സിനിമ കാണുമ്പോഴത്തേക്ക് നമുക്ക് പറയാൻ പറ്റും. ഇനിയിപ്പോൾ വരാൻ പോകുന്ന എല്ലാം വലിയ വലിയ സിനിമകളാണല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു മുന്നോടിയായിരിക്കും. ഒരു ഫാമിലി തിയേറ്ററിൽ വന്നിരുന്ന് കാണാൻ പറ്റിയ സിനിമയാണ്. വലിയ സംഭവങ്ങളോ അല്ലെങ്കിൽ വലിയ ട്വിസ്റ്റോ കാര്യങ്ങളോ ഒന്നും സിനിമയില്ല. കാരണം സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് അവർ പറഞ്ഞിരുന്നു ട്വിസ്റ്റും കാര്യങ്ങളൊന്നും സിനിമയിലില്ല എന്നുള്ളത്. അതുകൊണ്ട് തന്നെ തിയേറ്ററിൽ വന്നിരുന്ന് കണ്ടുപോകാൻ പറ്റുന്ന ഒരു സിനിമ തന്നെയാണ്. എല്ലാ ക്യാരക്ടറും ഇതിനകത്ത് നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്. ആരും വൾഗറാക്കിയിട്ടില്ല. നല്ലൊരു സിനിമ തന്നെയാണ്, കുഴപ്പമില്ല. ഇമോഷണലി നമുക്ക് അവസാനം ആ ഒരു ക്ലൈമാക്സ് പോർഷനിലേക്കൊക്കെ വരുമ്പോഴത്തേക്ക് ഇമോഷണലി നമുക്ക് പ്രത്യേകിച്ച് സ്ത്രീകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് നന്നായിട്ട് കണക്ട് ചെയ്യുമെന്നാണ് എനിക്ക് തോന്നുന്നത്. മറ്റൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു സെക്കൻഡ് ഹാഫിൽ വരുമ്പോഴത്തേക്ക് ആ കോർട്ടിൽ നടക്കാൻ പോകുന്നൊരു സംഭവത്തെക്കുറിച്ച് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. എന്താണെങ്കിലും ഫാമിലിക്ക് വന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയ നല്ലൊരു സിനിമ തന്നെയാണ്. പടം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം 5 വർഷത്തിന് ശേഷം ലാലേട്ടൻ ഇതൊരു സ്റ്റാർട്ടപ്പ് പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇത്രയും നാളും എല്ലാവരും വിമർശിച്ചവർക്കൊക്കെ ഒരു സ്റ്റാർട്ടപ്പ് നമുക്ക് ഫാൻസിന് വേണ്ടിയിട്ട് തന്നു. ഇനി ഇതൊരു തുടക്കം അല്ല, ഫാൻസിന് വേണ്ടി മാത്രമല്ല, ഇതൊരു തുടക്കമാണ്. മലയാള സിനിമയ്ക്ക് ഇനിയിപ്പം അടുത്ത അപ്കമിങ് മൂവ്സ് എല്ലാം നല്ല പ്രതീക്ഷ വരുന്നുണ്ട്. ഇതൊരു ജസ്റ്റ് തുടക്കം മാത്രമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഒരു വുമൺ ഓറിയൻറ്റഡ് സബ്ജക്റ്റാണ്. പക്കയായിട്ട് അനശ്വര രാജൻ ഇതിൻ്റെ അകത്ത് ആക്ട് ചെയ്തിട്ടുണ്ട്. ജിത്തു ജോസഫ് എന്താണ് ഇൻ്റർവ്യൂവിൽ പറഞ്ഞേക്കുന്നത് അതിന് 150% നീതി പുലർത്തിയിട്ടുണ്ട് ഈ സിനിമ. അതായത് പുള്ളി സസ്പെൻസ് ഇല്ല, ഇതൊന്നും ഇല്ലെന്ന്, അതൊക്കെ തന്നെയാണ് പുള്ളിയുടെ ഒരു പുതിയൊരു അറ്റംപ്റ്റായിട്ട് തന്നെയാണ് ഈ ഫിലിം കണ്ടത്. വളരെ രീതിയിൽ സിദ്ദിഖായാലും ലാലേട്ടനായാലും പ്രിയാമണി എല്ലാം ഡയലോഗും ഇതിനകത്ത് പ്രത്യേകിച്ച് LLB പഠിച്ചവർക്ക് ഇത് പുള്ളി പറഞ്ഞിട്ടുണ്ട്. ഇത് സ്ഥിരം നമ്മൾ കോർട്ട് കാണിക്കുന്ന പോലല്ല ഇതിപ്പോൾ കാണിച്ചേക്കുന്നത്. കുറച്ചുകൂടെ റിയലിസ്റ്റിക് ആയിട്ട് തന്നെ കാണിച്ചിരിക്കുന്നത്. അത് 2-3 ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെ എൻ്റെ സ്ക്രിപ്റ്റ് റൈറ്റർ അഡ്വക്കേറ്റാണ് അതിൻ്റെ അത് ആക്ട് ചെയ്തേക്കുന്ന. മൊത്തത്തിൽ ടോട്ടലി നല്ലൊരു പടം ആയിട്ട്. ഡയലോഗ് ഇപ്പം കോർട്ടിൽ പറയുന്ന ഓരോ ഒബ്ജക്ഷൻസും എല്ലാം വ്യക്തമായിട്ട് നല്ല പ്രസൻറ്റേഷനിലാണ് പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. സിദ്ദിഖിനെ പേഴ്സണലായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു.
പ്രിയാമണി ഇഷ്ടപ്പെട്ടു. അനശ്വര രാജൻ എന്തെങ്കിലുമൊക്കെ ഒരു അവാർഡിന് ചാൻസ് ഉണ്ടെന്നാണ് മനസ്സ് പറയുന്നത്. അത്ര ഗംഭീരമായിട്ട് തന്നെ അഭിനയിച്ചിരിക്കുന്നത്. മോശമാക്കിയിട്ടില്ല, മാറി. അനശ്വര രാജൻ എപ്പോഴും ഫീൽ ഗുഡ് പടങ്ങളൊക്കെ അല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മറ്റേ തണ്ണീർമത്തൻ ദിനങ്ങൾ പോയി. ഇപ്പോൾ അതിൽ നിന്നും കുറച്ചുകൂടെ സബ്ജക്റ്റ് ജഗദീഷ് തകർത്തിട്ടുണ്ട്. അച്ഛൻ വേഷം തകർത്തിട്ടുണ്ട്. വൈഫായിട്ട് വന്ന അവരും നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. മൊത്തത്തിൽ കൊച്ചു വേഷങ്ങൾ. ഗണേഷ് കുമാർ കുഴപ്പമില്ല, എന്നുവെച്ചാൽ പ്രതീക്ഷിച്ച അത്രയൊന്നും ഇല്ല, എന്നാലും കുഴപ്പമില്ലാത്ത രീതിയിൽ ആക്ട് ചെയ്തിട്ടുണ്ട്. ഇത് കട്ട് ചെയ്ത് കയറ്റി. പടം നല്ല പടമാണ്. മീൻസ് നമ്മൾ ജിത്തു ജോസഫ് ലാലേട്ടൻ്റെ കാണുന്ന പടങ്ങൾ പോലെ തന്നെ കിടിലായിട്ട് തന്നെ പടം വന്നിട്ടുണ്ട്. ഒരു കുഴപ്പമില്ല, എല്ലാവർക്കും കാണാൻ പറ്റും. ഫാമിലിക്കൊക്കെ ഈ ഒരു ഡിസംബർ, ഈ ഒരു നമ്മുടെ എന്താ പറയുക ക്രിസ്മസ് സമയത്ത് കാണാൻ പറ്റിയ കിടിലൊരു പടം തന്നെ. ഒരു പ്രശ്നമില്ല. അവർ പറഞ്ഞ പോലെ അനാവശ്യമായ ഡിസ്റ്റോ കാര്യങ്ങളോ ഒന്നും ഇല്ലെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ എല്ലാം പക്കായിട്ട് അവർ പറഞ്ഞ രീതിയിൽ ഒരു ഇമോഷണൽ കോട്ടു ഡ്രാമയായിട്ട് തന്നെ പടം എടുത്തിട്ടുണ്ട്. ലാലേട്ടൻ്റെ ആണല്ലോ, അനശ്വരാജൻ്റെ ആണല്ലോ, സിദ്ദിഖിനുള്ള എല്ലാവരും പെർഫോമൻസ് കിടിലായിട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാം കൊണ്ടും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എല്ലാവർക്കും ഇഷ്ടപ്പെടും, ഒരു കുഴപ്പമില്ല. ഫാമിലിക്കൊക്കെ വന്ന് ഈ ഒരു ക്രിസ്മസ് കാലം അടിച്ചു പൊളിക്കാൻ പറ്റിയൊരു പടമാണ്. ഫസ്റ്റ് ഹാഫ് ആണല്ലോ സെക്കൻഡ് ഹാഫ് ആണല്ലോ എല്ലാം നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. ഭയങ്കരമായിട്ട് എൻഗേജിങ് ആയിട്ട് ആ കോർട്ട് റൂം സീനോ എല്ലാം നല്ല രീതിയിൽ അവർ ചെയ്തിട്ടുണ്ട്. എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു സിനിമകൾ. അങ്ങനെ ട്വിസ്റ്റും കാര്യങ്ങളൊന്നും വലുതായിട്ട് അങ്ങനെ ഇതായിട്ടല്ല. അവർ പറഞ്ഞ പോലെ തന്നെ ആദ്യം തന്നെ സിനിമ എന്തുവാണെന്ന് അവർ കാണിച്ചിരുന്നു. പിന്നെ ആ കോർട്ടിനകത്തുള്ള സീനും അവർ ആ വാദപ്രതിവാദ കാര്യങ്ങളും അതെല്ലാം ഈ സിനിമയിൽ പറയുന്നത്. എല്ലാം പക്കയായിട്ട് ചെയ്തിട്ടുണ്ട്. അവർ പറഞ്ഞ എന്തുവാണോ അത് തന്നെ അവർ ചെയ്തു വെച്ചിട്ടുണ്ട്. ഒരു മുഷിപ്പോ ഒരു പ്രശ്നവും നമുക്ക് തോന്നിയിട്ടില്ല. പക്കയായിട്ട് അവരുടെ അഭിനയ കാര്യങ്ങളും എല്ലാം പക്കയായിട്ട് ചെയ്തിട്ടുണ്ട്. അവർ നമുക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടു. ഇമോഷണലി കണക്ട് ആവുന്ന കുറേ സീനുണ്ട്. എല്ലാം ലാലേട്ടനാണെങ്കിലും അനശ്വരയുടെ ആണെങ്കിലും. അനശ്വരയുടെ വേണം കരിയർ ബെസ്റ്റ് പെർഫോമൻസ് എന്ന് പറയാം. ലാലേട്ടൻ്റെ പിന്നെ എപ്പോഴും പുള്ളി അങ്ങനെ ആയതുകൊണ്ട് ഒരു പ്രശ്നമില്ല, നല്ല പെർഫോമൻസും കാര്യങ്ങളൊന്നും ഒരു പ്രശ്നമില്ല. സിദ്ദിഖാണല്ലോ, പിന്നെ ലാലേട്ടനെ ഇങ്ങനെ ഇറങ്ങി പോകുന്നൊരു സീനുണ്ട്, നല്ല നമുക്ക് ഭയങ്കരമായിട്ട് ടച്ച് ചെയ്യും നമുക്കത്. ബാക്ക്ഗ്രൗണ്ട് സ്കോർ എല്ലാം കൊണ്ട് ഓവറോൾ നമുക്ക് നല്ലൊരു പടമാണ്. ഈ ഒരു ക്രിസ്മസ് കാലത്ത് ഫാമിലിക്ക് പോകാൻ പറ്റിയ നല്ലൊരു പടമാണ്.